അജ്ഞതയിലും അന്ധവിശ്വാസത്തിലും കാലങ്ങളായുള്ള സാമൂഹിക അടിമത്തത്തിലും എല്ലാവരും സന്തുഷ്ടരായിരുന്ന കേരളത്തെ വിഡ്ഢികളുടെ പറുദീസ എന്ന് ആരാണ് വിശേഷിപ്പിച്ചത്? ആൻസർ ഓപ്ഷൻ സി സ്വാമി വിവേകാനന്ദൻ. യുഎസ്എയുടെയും സോവിയറ്റ് യൂണിയന്റെയും താൽപ്പര്യങ്ങൾ തമ്മിലുള്ള വ്യത്യാസത്തെ പരാമർശിക്കാൻ 1945 ആരാണ് ശീതയുദ്ധം എന്ന പദം മുന്നോട്ട് വച്ചത്? ആൻസർ ഓപ്ഷൻ ബി ജോർജ് ഓർവെൽ. ഡഫറിൻ പ്രഭുവിന്റെ തലച്ചോറിന്റെ ഉൽപ്പന്നമാണ് കോൺഗ്രസ് എന്ന് ആരാണ് നിർദ്ദേശിച്ചത്? ആൻസർ ഓപ്ഷൻ എ ലാലാ ലജ്പത് റായ്. 19-ാം നൂറ്റാണ്ടിന്റെ മധ്യം വരെ അന്താരാഷ്ട്ര വിനിമയത്തിനുള്ള ഏക അംഗീകൃത തുറമുഖമായി ചൈനയിലെ ഏത് തുറമുഖമാണ് കണക്കാക്കപ്പെട്ടിരുന്നത്? ആൻസർ ഓപ്ഷൻ ബി ക്യാൻഡൻ. ശീതയുദ്ധകാലത്തെ ഏറ്റുമുട്ടലിന്റെ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ വിദേശ നയത്തിൽ നേതൃത്വപരമായ പങ്ക് വഹിച്ചത് എന്താണ്? ആൻസർ ഓപ്ഷൻ സി നാം. ഇന്ത്യയിലെ ആദ്യത്തെ സാഹിത്യ നഗരമായി യുനെസ്കോ പ്രഖ്യാപിച്ച നഗരം ഏതാണ്? ആൻസർ ഓപ്ഷൻ ഡി കോഴിക്കോട്. താഴെ പറയുന്ന അന്തരീക്ഷ പാളികളിൽ ഏറ്റവും സാന്ദ്രത കൂടിയത് ഏതാണ്? ആൻസർ ഓപ്ഷൻ സി ട്രോപ്പോസ്ഫിയർ. ഭൂമിയുടെ ഉൾഭാഗത്തുള്ള താഴെ പറയുന്ന പാളികളിൽ ഏതാണ് ഖരാവസ്ഥയിലുള്ളത്? ആൻസർ ഓപ്ഷൻ ബി 2ഉം 4ഉം. 2 അകക്കാമ്പ്, 4 താഴത്തെ ആവരണം. സുന്ദർബൻ കഴിഞ്ഞാൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ കണ്ടൽക്കാടുകളുടെ ആവാസ വ്യവസ്ഥ? ആൻസർ ഓപ്ഷൻ എ ഒഡീഷയിലെ ബീതാർകർണിക. സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഹോർട്ടികൾച്ചർ സ്ഥിതി ചെയ്യുന്നത്? ആൻസർ ഓപ്ഷൻ ഡി നാഗാലാൻഡ്. കേരളത്തിൽ നെൽകൃഷി ചെയ്യുന്ന സ്ഥലത്തിന്റെ വിസ്തൃതിയുടെ അടിസ്ഥാനത്തിൽ ശരിയായ ആരോഹണക്രമം താഴെ പറയുന്നവയിൽ നിന്ന് തിരിച്ചറിയുക. ആൻസർ ഓപ്ഷൻ സി കോട്ടയം, തൃശൂർ, ആലപ്പുഴ, പാലക്കാട്. ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് ചുഴലിക്കാറ്റ് ബീബർ ജോയ് ഏറ്റവും കൂടുതൽ ബാധിച്ചത്? ആൻസർ ഓപ്ഷൻ എ ഗുജറാത്ത്. ഇന്ത്യൻ ആസൂത്രണത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ സി ഓൾ ഓഫ് ദി എബവ്. 1. പഞ്ചവത്സര പദ്ധതിക്ക് പകരം 1966-69 കാലയളവിൽ ഇന്ത്യയിൽ പ്ലാൻ ഹോളിഡേ ആയിരുന്നു വാർഷിക പദ്ധതികൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. 2. കേന്ദ്രത്തിലെ സർക്കാർ മാറ്റം കാരണം 1978 5-ാം പഞ്ചവത്സര പദ്ധതി അതിന്റെ 4-ാം വർഷത്തിൽ അവസാനിച്ചു. 3. 8-ാം പഞ്ചവത്സര പദ്ധതി 1990 ആരംഭിക്കാൻ കഴിഞ്ഞില്ല. 1992 മാത്രമാണ് ആരംഭിച്ചത്. നീതി ആയോഗിനെ കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ഓൺലി 1 and 3. 1. DMEOയും NILERDയും ഒരു നീതി ആയോഗിന് കീഴിൽ വരുന്ന 2 അറ്റാച്ച്ഡ് സ്വയംഭരണ സ്ഥാപനങ്ങളാണ്. 3. സഹകരണ ഫെഡറലിസം വളർത്തിയെടുക്കുകയും നയരൂപീകരണത്തിൽ സംസ്ഥാനങ്ങളുടെ പങ്കാളിത്തം വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് നീതി ആയോഗിന്റെ പ്രധാന ലക്ഷ്യം. ഹരിത വിപ്ലവത്തെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ബി ഓൺലി 1 and 2. 1. ഭക്ഷ്യധാന്യങ്ങളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ ഹരിത വിപ്ലവം രാജ്യത്തെ സഹായിച്ചിട്ടുണ്ട്. 2. ഉയർന്ന വിളവ് നൽകുന്ന ഇനം വിത്തുകൾ ഹരിത വിപ്ലവത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളിൽ ഒന്നായിരുന്നു. GSTയെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ സി ഓൾ ഓഫ് ദി എബവ്. 1. ഇന്ത്യയിലെ കയറ്റുമതിക്കും ഇറക്കുമതിക്കും സംയോജിത GST ബാധകമാണ്. 2. GST സംവിധാനത്തിൽ ബിസിനസ് ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയും വാങ്ങലുകൾക്ക് ഇൻപുട്ട് ടാക്സ് ക്രെഡിറ്റ് ലഭിക്കും. 3. 2017 ഇന്ത്യയിൽ GST നടപ്പിലാക്കിയത്. താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി ഓൺലി 1 and 3. 1. ഇന്ത്യയിലെ എല്ലാ വീടുകൾക്കും ബാങ്കിംഗ് സൗകര്യങ്ങൾ ലഭ്യമാക്കുക എന്നതാണ് പ്രധാനമന്ത്രി ജൻധൻ യോജനയുടെ ആദ്യഘട്ടം ലക്ഷ്യമിടുന്നത്. 3. ഇന്ത്യയുടെ വിദേശ വ്യാപാരം പ്രോത്സാഹിപ്പിക്കുന്നതിന് എക്സിം ബാങ്ക് സാമ്പത്തിക സഹായം നൽകുന്നു. 2021 പൊതുമേഖലാ ബാങ്കുകളുടെ ലയനത്തെക്കുറിച്ചുള്ള ഇനി പറയുന്ന പ്രസ്താവനകൾ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ ഓൺലി 1. മുകളിൽ സൂചിപ്പിച്ച ലയനം
ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, യൂക്കോ ബാങ്ക്, പഞ്ചാബ് ആൻഡ് സിന്ധ് ബാങ്ക്, ബാങ്ക് ഓഫ് മഹാരാഷ്ട്ര എന്നിവയെ ബാധിച്ചിട്ടില്ല. ഇന്ത്യൻ ഭരണഘടന പ്രകാരം താഴെപ്പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, ഓൺലി 1, 2 ആൻഡ് 3. ഇന്ത്യയിലെ ഹൈക്കോടതി ജഡ്ജിമാരെ രാഷ്ട്രപതി നിയമിക്കുന്നത്: 1. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. 2. ബന്ധപ്പെട്ട സംസ്ഥാന ഗവർണറുമായി കൂടിയാലോചന നടത്തിയ ശേഷം. 3. ബന്ധപ്പെട്ട സംസ്ഥാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസുമായി കൂടിയാലോചന നടത്തിയ ശേഷം. താഴെ പറയുന്ന പ്രസ്താവനകൾ പരിശോധിക്കുക. പ്രസ്താവന 1. സുപ്രീം കോടതിയിലോ ഹൈക്കോടതിയിലോ ഉള്ള ഏതെങ്കിലും ജഡ്ജിയുടെ കർത്തവ്യ നിർവഹണവുമായി ബന്ധപ്പെട്ട് ഒരു സംസ്ഥാന നിയമസഭയിലും ഒരു ചർച്ചയും നടത്താൻ പാടില്ല. പ്രസ്താവന 2. നടപടിക്രമങ്ങളിലെ ഏതെങ്കിലും ക്രമക്കേടിന്റെ പേരിൽ സംസ്ഥാന നിയമസഭകളിൽ നടക്കുന്ന നടപടികളുടെ സാധുത കോടതികൾക്ക് മുമ്പാകെ ചോദ്യം ചെയ്യാൻ പാടില്ല. മുകളിൽ നൽകിയിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ തിരഞ്ഞെടുക്കുക. ആൻസർ സി, ബോത്ത് 1 ആൻഡ് 2. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്ത ലക്ഷ്യങ്ങൾ ഏതെല്ലാം? ആൻസർ ബി, 2 മാത്രം. ആമുഖത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ലാത്തതാണ് 2. ഉൾപ്പെടുത്തിയിട്ടുള്ളത് 1, 3. 1. രാഷ്ട്രത്തിന്റെ ഐക്യം. 3. രാഷ്ട്രത്തിന്റെ അഖണ്ഡത. താഴെ പറയുന്നവയിൽ ഏത് ഭരണഘടനാ ഭേദഗതിയാണ് വിദ്യാഭ്യാസ അവകാശത്തെ മൗലിക അവകാശമാക്കി മാറ്റിയത്? ആൻസർ ഓപ്ഷൻ ബി, 86ാമത് ഭരണഘടനാ ഭേദഗതി നിയമം. ഇന്ത്യൻ ഭരണഘടനയിലെ അടിയന്തരാവസ്ഥ പ്രഖ്യാപന വ്യവസ്ഥകളെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ എ, ഓൺലി 1 ആൻഡ് 2. 1. ഇന്ത്യയുടെ മൊത്തമായോ ഏതെങ്കിലും പ്രദേശത്തിന്റെയോ സുരക്ഷിതയ്ക്ക് ഭീഷണി ഉണ്ടാക്കുന്ന ഗുരുതരമായ സാഹചര്യം നിലനിൽക്കുന്നതായി രാഷ്ട്രപതിക്ക് ബോധ്യപ്പെട്ടാൽ അത്തരമൊരു ഭീഷണിയെ നേരിടാനായി അദ്ദേഹം രാജ്യത്ത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുക. 2. അടിയന്തരാവസ്ഥ പ്രഖ്യാപനം നടത്തുന്നതിനായി കേന്ദ്ര മന്ത്രിസഭയുടെ തീരുമാനം രേഖാമൂലം അദ്ദേഹത്തെ അറിയിച്ചിട്ടില്ലെങ്കിൽ രാഷ്ട്രപതി അത്തരമൊരു പ്രഖ്യാപനം പുറപ്പെടുവിക്കാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സമിതിയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയല്ലാത്തത് ഏത്? ആൻസർ ഓപ്ഷൻ സി, ഓൺലി 2. രണ്ടാമത്തെ പ്രസ്താവന മാത്രമാണ് ശരിയല്ലാത്തത്. ശരിയായ പ്രസ്താവനകൾ 1 ഉം 3 ഉം. 1. 1946 ഡിസംബർ 9 ഡോക്ടർ സച്ചിദാനന്ദ സിൻഹയെ ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ താൽക്കാലിക ചെയർമാനായി നിയമിച്ചു. 3. 1947 ഓഗസ്റ്റ് 29 ഭരണഘടനാ നിർമ്മാണ സമിതി ഡോക്ടർ BR അംബേദ്കറുടെ അധ്യക്ഷതയിൽ ഒരു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി രൂപീകരിച്ചു. ഇന്ത്യൻ ഭരണഘടനയുടെ 7ാം ഷെഡ്യൂളിലെ കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയങ്ങൾ ഏതെല്ലാം? ആൻസർ ഓപ്ഷൻ സി, ഓൺലി 3. വൈദ്യുതിയാണ് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന വിഷയം. ഇന്ത്യൻ ഭരണഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏതാണ് ശരി? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. 1. യൂണിയനും സംസ്ഥാനങ്ങളും തമ്മിലുള്ള ബന്ധങ്ങൾ ഭരണഘടനയുടെ ഭാഗം 11 പ്രതിപാദിച്ചിരിക്കുന്നു. 2. യൂണിയനും സംസ്ഥാനങ്ങൾ കീഴിലുള്ള സേവനങ്ങളുമായി ബന്ധപ്പെട്ട വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 14 പ്രതിപാദിച്ചിരിക്കുന്നു. 3. ചില വിഭാഗങ്ങളുമായി ബന്ധപ്പെട്ട പ്രത്യേക വ്യവസ്ഥകൾ ഭരണഘടനയുടെ ഭാഗം 16 പ്രതിപാദിച്ചിരിക്കുന്നു. കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ച് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയേത്? ആൻസർ എ, 1 ആൻഡ് 2 ഓൺലി. 1. കമ്മീഷന്റെ അധ്യക്ഷതയിൽ ഒരു ഹൈക്കോടതി ചീഫ് ജസ്റ്റിസോ ജഡ്ജിയോ ആയിരുന്ന വ്യക്തിയായിരിക്കണം. 2. മറ്റൊരു അംഗം നിലവിൽ ഒരു ഹൈക്കോടതി ജഡ്ജിയോ ഹൈക്കോടതി ജഡ്ജി ആയിരുന്നതോ ആയ വ്യക്തിയായിരിക്കണം. അല്ലെങ്കിൽ ജില്ലാ ജഡ്ജിയായി കുറഞ്ഞത് 7 വർഷം പ്രവർത്തിച്ചിട്ടുള്ള സംസ്ഥാനത്തെ ഒരു ജില്ലാ ജഡ്ജി ആയിരിക്കണം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായി പ്രഖ്യാപിച്ചത്? ആൻസർ ഓപ്ഷൻ എ, ആർട്ടിക്കിൾ 19(1)(a). താഴെ പറയുന്നവയിൽ ഏതാണ് സ്ത്രീകളുടെ ക്ഷേമത്തിനായി കേരള സർക്കാർ നടപ്പിലാക്കിയ പദ്ധതികൾ? ആൻസർ ഓപ്ഷൻ ഡി, ഓൾ ദി എബോവ്. 1. അഭയകിരണം. 2. പടവുകൾ. 3. സ്നേഹസ്പർശം. 4. ആശ്വാസനിധി.
കേരളത്തിലെ അധികാര വികേന്ദ്രീകരണവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവന ശരിയേത്? ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 ഉം. 1. 1957 രൂപീകരിച്ച ഭരണപരിഷ്കാര സമിതിയുടെ അധ്യക്ഷനായിരുന്നു ശ്രീ EMS നമ്പൂതിരിപ്പാട്. 3. സംസ്ഥാനത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളെ ശക്തിപ്പെടുത്തുക എന്ന ലക്ഷ്യത്തോടെ 1996 ഓഗസ്റ്റ് 17-ന് പീപ്പിൾസ് പ്ലാൻ ക്യാമ്പയിൻ ആരംഭിച്ചു. കേരള സർക്കാർ ഫെബ്രുവരി 2000-ൽ നിയമിച്ച നരേന്ദ്രൻ കമ്മീഷന്റെ പ്രധാന ശുപാർശകൾ എന്തായിരുന്നു? ആൻസർ ഓപ്ഷൻ സി 1 ഉം 3 ഉം. 1. പിന്നോക്കാവസ്ഥ ഒഴിവാക്കുന്നതിനും സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങൾക്കും തുല്യ അവകാശങ്ങൾ ഉറപ്പാക്കുന്നതിനുമായി പ്രത്യേക നിയമന ക്യാമ്പയിൻ നടപ്പിലാക്കുക. 3. പിന്നോക്ക വിഭാഗങ്ങളുടെ ജനസംഖ്യാ ആനുപാതികമായി പ്രാതിനിധ്യം ഉറപ്പിക്കുന്നതിന് സംവരണം ഫലപ്രദമായി നടപ്പിലാക്കുക. ബയോകെമിക്കൽ മാലിന്യ സംസ്കരണ പ്രോട്ടോക്കോളുകൾ പാലിച്ചുകൊണ്ട് പരിസ്ഥിതി മലിനീകരണവും ആരോഗ്യമേഖലയിലെ അപകട സാധ്യതകളും തടയുന്നതിനായി കേരള ഡ്രഗ്സ് കൺട്രോൾ വകുപ്പ് ആരംഭിച്ച പദ്ധതിയുടെ പേര്? ഓപ്ഷൻ ബി എൻപ്രൗഡ്. ഒരു സംവേദനം ഗ്രഹിക്കുന്നതിന് ഡാഷ് ഒഴികെയുള്ള ഇനി പറയുന്ന വ്യവസ്ഥകൾ ആവശ്യമാണ്. ആൻസർ ഓപ്ഷൻ ഡി ഒരു എഫക്റ്റർ അവയവത്തിലേക്കോ പേശിയിലേക്കോ ഉള്ള ഒരു മോട്ടോർ പ്രേരണ. പൊട്ടിത്തെറിക്കുന്ന അഗ്നിപർവ്വതം വായുവിലേക്ക് പുറന്തള്ളുന്ന എല്ലാ പാറ കഷ്ണങ്ങളെയും ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി ടെഫ്ര. ചിക്കൻ പോക്സ് എന്ന പകർച്ചവ്യാധിയെ ഡാഷ് എന്ന് വിളിക്കുന്നു. ആൻസർ ഓപ്ഷൻ സി വേരിസെല്ല. കരളിൽ നാരുകളുള്ള കലകൾ നിറഞ്ഞു നിൽക്കുകയും സ്വയം നന്നാക്കാൻ കഴിയാതെ വരികയും ചെയ്യുന്ന അവസ്ഥയാണ് സിറോസിസ്. ഐക്യരാഷ്ട്രസഭയുടെ സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ 2030-ന്റെ പശ്ചാത്തലത്തിൽ പൊതുജനാരോഗ്യ മേഖലയെ പരിവർത്തനം ചെയ്യുക എന്ന ലക്ഷ്യത്തോടെയാണ് കേരളത്തിൽ ഈ ദൗത്യം ആരംഭിച്ചത്. ഓപ്ഷൻ എ ആർദ്രം. ഒരു ചതുരത്തിന്റെ ഓരോ വശവും 1.1 മീറ്ററായി അളക്കുന്നു. ഉചിതമായ പ്രധാന കണക്കുകൾ ചതുരത്തിന്റെ വിസ്തീർണം എന്താണ്? ആൻസർ ഓപ്ഷൻ സി 1.2 മീറ്റർ സ്ക്വയർ. ശരിയായ പ്രസ്താവനകൾ തിരഞ്ഞെടുക്കുക. ആൻസർ ഓപ്ഷൻ ബി 1 ഉം 4 ഉം. 1. ന്യൂട്ടന്റെ നിയമങ്ങൾ നേരിട്ട് ബാധകമാകുന്നത് ഇനീർഷ്യയിൽ ഫ്രെയിമുകളിൽ മാത്രമാണ്. 4. വൃത്താകൃതിയിലുള്ള പാതയിൽ സ്ഥിരമായ വേഗതയിൽ ചലിക്കുന്ന ഒരു ബസ് ഒരു ഇനീർഷ്യൽ അല്ലാത്ത ഫ്രെയിമിന്റെ ഒരു ഉദാഹരണമാണ്. തെർമോഡൈനാമിക്സിന്റെ 0 നിയമം ഡാഷിനെ സൂചിപ്പിക്കുന്നു. ആൻസർ ഓപ്ഷൻ ഡി താപ സന്തുലിതാവസ്ഥ. ഐക്യരാഷ്ട്രസഭ 2025-നെ ഡാഷായി പ്രഖ്യാപിക്കുന്നു. ഓപ്ഷൻ എ അന്താരാഷ്ട്ര ക്വാണ്ടം ശാസ്ത്ര സാങ്കേതിക വർഷം. കാർബണിന്റെ ഒരു അലോട്രോപ്പായ ഗ്രാഫീൻ ഒരു ഡാഷ് ആണ്. ആൻസർ ഓപ്ഷൻ ബി ദ്വിമാന പദാർത്ഥം. വലിപ്പം വർദ്ധിപ്പിക്കുന്നതനുസരിച്ച് താഴെ പറയുന്ന അയോണുകൾ ക്രമീകരിക്കുക. ആൻസർ ഓപ്ഷൻ സി. പുകയില സസ്യങ്ങളിൽ കാണപ്പെടുന്ന ആൽക്കലോയിഡ് ഏതാണ്? ആൻസർ ഓപ്ഷൻ എ നിക്കോട്ടിൻ. 2023-ലെ രസതന്ത്രത്തിനുള്ള നോബൽ സമ്മാനം ലഭിച്ചത്? ഓപ്ഷൻ എ ക്വാണ്ടം ഡോട്ടുകളുടെ കണ്ടെത്തലും സമന്വയവും. 2024 ഏപ്രിൽ കാൻഡിഡേറ്റ് ചെസ് ടൂർണമെന്റിൽ വിജയിച്ച യുവതാരത്തിന്റെ പേര്? ആൻസർ ഓപ്ഷൻ സി ഡി ഗുഗേഷ്. മുച്ചിലോട്ട് ഭഗവതി കേരളത്തിലെ ഏത് അനുഷ്ഠാന കലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ എ തെയ്യം. കേരള കലാമണ്ഡലം ചാൻസലറായ പ്രശസ്ത ഭരതനാട്യം കലാകാരന്റെ പേരെന്താണ്? ഓപ്ഷൻ ബി മല്ലിക സാരാഭായ്. 2010-ൽ സലീം കുമാറിന് മികച്ച നടനുള്ള ദേശീയ അവാർഡ് നേടിക്കൊടുത്ത സിനിമയുടെ പേരെന്താണ്? ഓപ്ഷൻ ഡി ആദാമിന്റെ മകൻ അബു. പങ്കജ് അദ്വാനി ഏത് കായിക ഇനത്തിലാണ് ലോക ചാമ്പ്യൻ? ഓപ്ഷൻ സി ബില്യാർഡ്സ്.